ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഒന്നാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഇംഗ്ലീഷാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. ഇംഗ്ലീഷ് 4ാമത്തെ യൂണിറ്റ് ദ ടീം റേ എന്നുള്ള 4th യൂണിറ്റിന്റെ യൂണിറ്റ് ടെസ്റ്റിന്റെ ക്ലാസ് ആണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ടെക്സ്റ്റ് ബുക്കിന്റെ ക്ലാസ്സും ആക്ടിവിറ്റി ബുക്കിന്റെ ക്ലാസ്സും കാണുമെന്ന് കരുതുന്നു. കാണാത്ത കൂട്ടുകാരും തീർച്ചയായും കാണുക. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ദ ടീം റേ എന്നുള്ള യൂണിറ്റിന്റെ യൂണിറ്റ് ടെസ്റ്റിന്റെ ക്ലാസ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എത്ര ആക്ടിവിറ്റീസ് ഉണ്ടെന്നും ഏതൊക്കെയാണ് ആക്ടിവിറ്റീസ് എന്ന് നോക്കിയാലോ. നമ്മുടെ ഫസ്റ്റത്തെ ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. ആക്ടിവിറ്റി 1 റീഡ് ആൻഡ് കളർ ദ പിക്ചർ. ഇവിടെ നോക്കൂ, ഒരു ചിത്രം തന്നിട്ടുണ്ട് അല്ലേ. ഈ ചിത്രത്തിൽ എന്താണ് കളർ ചെയ്യാനാണ് പറയുന്നത്. പക്ഷെ എങ്ങനെ കളർ ചെയ്യണം എന്നുള്ളത് ഇവിടെ നമ്മൾ സെന്റൻസ് ആയി കൊടുത്തിട്ടുണ്ട്. അതുപോലെയാണ് എന്ത് ചെയ്യേണ്ടത്, കളർ ചെയ്യേണ്ടത്. ഒന്നാമത്തെ സെന്റൻസ് എന്താ, ഇറ്റ് ഈസ് മോർണിംഗ് ദ സ്കൈ ഈസ് ബ്ലൂ ഇൻ കളർ. അപ്പൊ മോർണിംഗ് ആണ്, സ്കൈ ബ്ലൂ കളറാണ്. അപ്പൊ എന്ത് ചെയ്യണം, സ്കൈക്ക് ബ്ലൂ കളർ കൊടുക്കുക. രണ്ടാമത്തത് കളർ ദ ട്രീ ഇൻ ഗ്രീൻ ആൻഡ് ബ്രൗൺ കളർ. ട്രീ എന്ന് വെച്ചാൽ എന്താ, മരത്തിന് എന്ത് കൊടുക്കണം, ഗ്രീൻ കളർ. ഇലകൾക്കെല്ലാം ഗ്രീൻ കളറും അതേപോലെ താഴെ എന്ത് ചെയ്യണം, ബ്രൗൺ കളറും കൊടുക്കുക. അടുത്തത് മൂന്നാമത്തെ, there is a house in the picture, it is yellow color. ഇവിടെ ഒരു വീട് കാണുന്നില്ലേ, ഒരു ഹൗസ് കാണുന്നില്ലേ, ഈ ഹൗസിന് എന്ത് ചെയ്യുക, യെല്ലോ കളർ കൊടുക്കുക. അപ്പൊ ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്യണം, ഈ സെന്റൻസിൽ പറഞ്ഞ പോലെയാണ് എന്ത് ചെയ്യേണ്ടത്, ചിത്രത്തിന് നിറം കൊടുക്കേണ്ടത്. അടുത്ത ആക്ടിവിറ്റി 2, വാട്ട് ഡു യു ലൈക്ക് ടു ഡു. ഇവിടെ നോക്കൂ, 3 കുട്ടികൾ ചെയ്യുന്ന കാര്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ. ബോയ് ഈസ്, എന്താണ് ഈ ബോയ് ചെയ്യുന്നത്, പെയിന്റ് ചെയ്യാണ് അല്ലെ. അപ്പൊ അതാണ് ഇവിടെ എഴുതേണ്ടത്. ഗേൾ ഈസ് റൈഡിങ്. ഈ കുട്ടി എന്താ ചെയ്യുന്നത്, റൈഡ് ചെയ്യുക. എന്താ റൈഡ് ചെയ്യുന്നത്, ബൈസൈക്കിൾ. അടുത്തത് എ ബോയ് ഈസ് പ്ലേയിങ്. ഈ ബോയ് എന്താ പ്ലേ ചെയ്യുന്നത്, ഗിത്താർ. ഇവിടെ എന്താ എഴുതണം, ഗിത്താർ. അതേപോലെ അടുത്ത ചോദ്യം എന്താ, വാട്ട് ഡു യു ലൈക്ക് ടു ഡു. ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനാണ് ഇഷ്ടം, അതാണ് ഇവിടെ എഴുതേണ്ടത്. പേസ്റ്റ് യുവർ ഫോട്ടോ, ഡ്രോ യുവർ പിക്ചർ ആൻഡ് കമ്പയർ ദ സെന്റൻസ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ചിത്രം വരയ്ക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ചിത്രം ഒട്ടിക്കുകയോ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം, ഐ ലൈക്ക് ടു ഡു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, ഇവിടെ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുള്ള കാര്യമാണ് എഴുതേണ്ടത്. ഇവിടെ ഈ ഗേളിന് എന്താ ഇഷ്ടം, സൈക്കിൾ റൈഡ് ചെയ്യാനാണ് ഇഷ്ടം അല്ലെ. ബോയ്ക്ക് എന്താ, പെയിന്റ് ചെയ്യാനാണ് ഇഷ്ടം. അതേപോലെ ഇവിടെ ഈ ചിത്രത്തിൽ കാണുന്ന ബോയ്ക്ക് എന്താണ് ഇഷ്ടം, ഗിത്താർ പ്ലേ ചെയ്യാനാണ് ഇഷ്ടം. അതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനാണ് ഇഷ്ടം, അതാണ് ഇവിടെ എന്ത് ചെയ്യേണ്ടത്, സെന്റൻസ് ആയിട്ട് ഫിൽ ചെയ്യേണ്ടത്. അടുത്തത് മൂന്നാമത്തെ ആക്ടിവിറ്റി, ഒരു ചെറിയൊരു പോം കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഒരു സോങ് കംപ്ലീറ്റ് ചെയ്യുക. ആഡ് മോർ ലൈൻ ടു ദ സോങ്. ഈ സോങ്ങിന് എന്ത് ചെയ്യുക, കുറച്ച് ലൈൻ 4 വരി എഴുതി ചേർക്കുകയാണ് ചെയ്യേണ്ടത്. 4 വരി ഇവിടെ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. റെയിൻ ഓൺ ദ ട്രീ, റെയിൻ ഓൺ ദ ലിറ്റിൽ ബേർഡ്, റെയിൻ ഓൺ ദ ബോട്ട്. അപ്പൊ ബാക്കി 4 വരി നമ്മൾ എന്ത് ചെയ്യണം, എഴുതി ചേർക്കുക. അടുത്തത് ഡ്രോ എ ബൈസൈക്കിൾ ആൻഡ് കളർ ഇറ്റ്. ഒരു ബൈസൈക്കിൾ വരച്ചിട്ട് എന്ത് ചെയ്യാനാണ്, കളർ ചെയ്യാനാണ് പറയുന്നത്. റൈറ്റ് എ ഫ്യൂ ലൈൻസ് അബൌട്ട് യുവർ ബൈസൈക്കിൾ. അതേപോലെ നിങ്ങൾ വരച്ച ബൈസൈക്കിളിനെ കുറിച്ചിട്ട് 3 ലൈൻസ് എഴുതി ചേർക്കും കൂടെ ചെയ്യണം. ഓക്കെ. അടുത്ത 5ാമത്തെ ആക്ടിവിറ്റി, വാട്ട് ഈസ് യുവർ ഹോബി. നിങ്ങളുടെ ഹോബി എന്താണ്. അതായത് ചില കുട്ടികൾ പെയിന്റ് ചെയ്യുന്നവരുണ്ടാവും, ബുക്സ് റീഡ് ചെയ്യുന്ന കുട്ടികൾ ഉണ്ടാവാം, അതുപോലെ ഡാൻസ് ആയിരിക്കാം. അതുപോലെ നിങ്ങൾക്ക് എന്താണ്, നിങ്ങളുടെ ഹോബി എന്താണ്, ആ ഹോബിയുടെ പേര് എഴുതുക. റൈറ്റ് അബൌട്ട് യുവർ ഹോബി. നിങ്ങളുടെ ഹോബിയെ കുറിച്ചിട്ട് ഒരു 5 സെന്റൻസ് എഴുതി ചേർക്കും കൂടെ ചെയ്യണം. ഓക്കെ. 6ാമത്തെ ആക്ടിവിറ്റി, 6th ആക്ടിവിറ്റി, ഗ്രൂപ്പ് ദ വേർഡ്സ്. ഇവിടെ കുറച്ച് നമുക്ക് റൈമിംഗ് വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. ആ വേർഡ്സിന് എന്ത് ചെയ്യുക, ഗ്രൂപ്പ് ആക്കുകയാണ് ചെയ്യേണ്ടത്. അതായത് ഇവിടെ ടേബിൾ നോക്കിക്കേ, ചെയിൻ ഉണ്ട്, അതുപോലെ ടാഗ് ഉണ്ട്. അപ്പൊ ചെയിൻ പോലെ ഒരേപോലെ വേർഡ്സ്, ഒരേപോലെ എന്താണ് റൈമിംഗ് വേർഡ്സ് ആയിട്ട്, ചെയിന് റൈമിംഗ് വേർഡ് ആയിട്ട് വരുന്ന വേർഡ്സ് ഇവിടെ എന്ത് ചെയ്യണം, എഴുതി ചേർക്കുക. അതായത് റെയിൻ. അതേപോലെ നമുക്ക് എന്ത് എഴുതാം, പെയിൻ എഴുതാം, ബ്രെയിൻ എഴുതാം. അതുപോലെ ടാഗിന് നമുക്ക് എന്തൊക്കെ എഴുതാൻ പറ്റും, ബാഗ്, ഡ്രാഗ്, അതേപോലെ ഫ്ലാഗ്. നമ്മൾ റൈമിംഗ് വേർഡ്സ് ആണ് ഇവിടെ എഴുതി ചേർക്കേണ്ടത്. അതായത് ചെയിന് സമാനമായിട്ടുള്ള, ചെയിൻ എന്ന വേർഡിന്റെ റൈമിംഗ് വേർഡ്സ് ചെയിൻ എന്ന് കാണുന്ന കോളത്തിൽ എഴുതി ചേർക്കുക. അതുപോലെ ടാഗിന്റെ റൈമിംഗ് വേർഡ്സ് ടാഗിന്റെ കോളത്തിൽ എഴുതി ചേർക്കുകയാണ് ചെയ്യേണ്ടത്. മൊത്തം എന്താണ്, എത്ര ആക്ടിവിറ്റീസ് ഉണ്ട്, 6 ആക്ടിവിറ്റീസ് ഉണ്ട് അല്ലേ. അത് 7ാമത്തെ ആക്ടിവിറ്റി, നമ്മുടെ 7th ആക്ടിവിറ്റി, ലാസ്റ്റ് ആക്ടിവിറ്റി എന്താ നമുക്ക് നോക്കാം. Who are they? ആരാണ് ഇവർ. നെയിം ദ ക്യാരക്ടേഴ്സ് ഇൻ ദ കാർ. ഇവിടെ കാറിൽ കുറച്ച് അനിമൽസിന്റെ ചിത്രം കൊടുത്തിട്ടില്ലേ. അപ്പൊ ആരൊക്കെയാണ് ഈ അനിമൽസ് ഉള്ള, ഈ അനിമൽസിന്റെ നെയിം ആണ് ഇവിടെ എഴുതി ചേർക്കേണ്ടത്. നമ്മൾ ചിത്രം നോക്കിയിട്ട് ഓരോ അനിമൽസിന്റെ നെയിം എന്ത് ചെയ്യണം, ഓരോ കോളത്തിലായിട്ട് എഴുതുക. കാറിൽ കാണുന്ന അനിമൽസ്, അതായത് നമ്മുടെ എലിഫന്റ് ഉണ്ട്, മങ്കി ഉണ്ട്, ജിറാഫ് ഉണ്ട്, ലയൺ ഉണ്ട്, അങ്ങനെ ഓരോരോ അനിമൽസ് നെയിമായിട്ട് എന്ത് ചെയ്യണം, ഈ കാണുന്ന കോളത്തിൽ എഴുതി ചേർക്കുക. അതാണ് നമ്മുടെ 7th ആക്ടിവിറ്റി. 7 ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, യൂണിറ്റ് ടെസ്റ്റ് ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 7 ആക്ടിവിറ്റീസും ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ക്ലാസ്സോ ആക്ടിവിറ്റി ബുക്കിന്റെ ക്ലാസ്സോ കണ്ടു നോക്കുക. വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ക്ലാസ് എടുത്തിട്ടുണ്ട്. എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കാണുക. ക്ലാസ് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.